അങ്ങനെ നമ്മുടെ മാമ്പഴ സീസൺ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു, ഒരു നാട്ടു മാങ്ങ. അതിൽ നിന്ന് നന്നായിട്ട് മാങ്ങ വീഴുന്നുണ്ട് കേട്ടോ. വീഴുന്ന അനുസരിച്ച് ഞാൻ അതൊക്കെ പോയി പറക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ വെക്കും. അപ്പോൾ പറക്കിക്കൊണ്ട് ഇതാ ഒരു ഉരുളി നിറച്ച് ഇന്നത്തെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വീണ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ആ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത്, അപ്പോൾ മണ്ണിനകത്തോട്ടൊക്കെ അല്ലേ വീഴുന്നത്. ഇതെന്തിനാണെന്നറിയാമല്ലോ, നല്ല മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയെല്ലാം ഇങ്ങനെ പൊട്ടിക്കീറാത്ത നന്നായിട്ട് വീഴുന്ന മാങ്ങയൊക്കെ പറക്കി കഴുകി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മളിത് അരിയാനെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ ഇതാവത്തില്ലേ. അങ്ങനെ ദേ മാങ്ങയൊക്കെ കഴുകിയെടുത്ത് ഇനി ഇത് നമ്മളെല്ലാം ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയണം. അങ്ങനെ ഞാനും സീറ്റാനും കൂടെ അവിടെ ഇരുന്ന് ഇതിൻ്റെ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയ ശേഷം ഇതെല്ലാം പൂളിയെടുക്കണം കേട്ടോ. മാങ്ങാണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ മാങ്ങ എല്ലാം ചെത്തി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എളുപ്പവഴിയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ എന്തായാലും എല്ലാ മാങ്ങയും ചെത്തി എടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് മാങ്ങ എല്ലാം പൂളിയെടുത്ത് കേട്ടോ. എല്ലാം പൂളി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 4 കിലോ മാങ്ങയോളം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ. കാരണം ഇത് നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഇതിനകത്ത് നിറയെ നാരുണ്ട്. അപ്പം നാര് കൂടുതലുള്ളത് കൊണ്ട് നല്ല പൾപ്പാക്കി ഇതെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിലെടുക്കണം. അങ്ങനെ ഇതെല്ലാം ഞാനത് അരച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ടൊരു 4 ലിറ്റർ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 4 ലിറ്റർ വെള്ളത്തിലോട്ടൊരു 1.5 കിലോ പഞ്ചസാര, 1.5 അല്ല 2 കിലോ പഞ്ചസാരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഇതിനകത്തോട്ടിട്ട് നല്ല പഞ്ചസാര ലായനിയാക്കി, ആ ലായനിയായി വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ പൾപ്പില്ലേ, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പുളിപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ സാധാരണ നമുക്ക് സിട്രിക് ആസിഡ് വേണമെങ്കിൽ ചേർക്കാം. സിട്രിക് ആസിഡിന് പകരം ഞാനിവിടെ ചെറിയ നാരങ്ങ എടുത്തിട്ട് ഒരു 4-5 നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടെ, അതായത് നമ്മൾ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒഴിക്കരുത്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, ഇതൊന്ന് കുറുകി വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജ്യൂസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കി. അങ്ങനെ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നമ്മൾ ഈ മാങ്ങയുടെ പൾപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനതൊരു അരിപ്പ വെച്ച് അരിച്ചതിന് ശേഷമാണ് നമ്മുടെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നാര് നമുക്ക് ഇത് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ജ്യൂസ് എടുക്കുമ്പോൾ ലാസ്റ്റ് ആ പൾപ്പെല്ലാം അരിച്ച് വേണം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കണ്ടേ. അങ്ങനെ ഞാൻ ഒരു 1/2 ഗ്ലാസ് ഇത് മാംഗോയുടെ സ്ക്വാഷ് എടുത്തു. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു 2 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് ഒരു 2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് മാംഗോയുടെ ഈ പൾപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ല ജ്യൂസാക്കി എടുത്തത് അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ നാട്ടുമാങ്ങ ഇതുപോലെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണ്, 5-6 മാങ്ങ ആയാലും മതി, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോണം. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല നമ്മൾ ഈ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കുടിക്കുന്ന ആ ഒരു ടേസ്റ്റില്ലേ, അതേ ടേസ്റ്റ് തന്നെ. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇത് കേടുകൂടാതെ ഒരു 6 മാസം എന്തായാലും ഇരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ച് എനിക്ക് 1 വർഷത്തോളം ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ മാംഗോ ജ്യൂസ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.